കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനെ പുകഴ്ത്തി NK പ്രേമചന്ദ്രൻ MP. അനിതര സാധാരണമായ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലും രാജ്യത്തും നടക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാണ് ഇക്കാര്യം പറയുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് NK പ്രേമചന്ദ്രന്റെ പരാമർശം. ഈ പദ്ധതി നമുക്ക് സംഭാവന ചെയ്ത അല്ലെങ്കിൽ നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര ഗവൺമെന്റ് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവരോടും കൊല്ലത്തിനും കൊല്ലത്തെ ജനങ്ങൾക്കുമുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ആദരവും സ്നേഹവും ബഹുമാനവും ചാരിതാർത്ഥ്യവും ആവർത്തിച്ചറിയിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ ആകെ നിർലോഭമായ സഹായം സഹകരണം ഉണ്ടാകണമെന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രാഷ്ട്രീയത്തിലെ എതിർപ്പൊക്കെ ഓടി ജയിക്കുന്നതിനുള്ളത് മാത്രമെന്നും ജയിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചാണ് ഓടുന്നതെന്നും NK പ്രേമചന്ദ്രനുമായുള്ള സൗഹൃദം സൂചിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു. രാഷ്ട്രീയത്തിലെ എതിർപ്പെല്ലാം ഒരുപക്ഷെ ഒന്ന് ഓടി ജയിക്കുന്നതിന് വേണ്ടിയുള്ള എതിർപ്പ് മാത്രമാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒത്താണ് ഓടുന്നത്, ജയിക്കുന്നതും എല്ലാവരും ഒത്താണ് ജയിക്കുന്നത്, അത് ഈ രാജ്യമാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന വളരെ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് ശ്രീ ശശി തരൂരും അതുപോലെ തന്നെ ശ്രീ പ്രേമചന്ദ്രനും. ഇതൊന്നും കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനെ പുകഴ്ത്തിക്കൊണ്ടാണ് NK പ്രേമചന്ദ്രൻ MP സംസാരിക്കുന്നത്. എന്തായിരുന്നു പശ്ചാത്തലം? അമൃത, കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് മൾട്ടി ലെവൽ പാർക്കിംഗിന്റെ ഉദ്ഘാടനം ഇന്നിപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. ആ കാർ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന NK പ്രേമചന്ദ്രൻ MP നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് വികസന കാര്യങ്ങളെ പറ്റി പറഞ്ഞു വരികയായിരുന്നു. 363 കോടിയുടെ പദ്ധതിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനായിട്ട് വേണ്ടിവരുന്നത്. ഇനി ഒരു 6 മാസത്തിനുള്ളിൽ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകും. അതുപോലെ തന്നെ മാതൃകാ റെയിൽവേ സ്റ്റേഷനുകളായി നിർമ്മാണം നടത്താൻ പ്രഖ്യാപിക്കപ്പെട്ടതിൽ ആദ്യം തന്നെ കൊല്ലം ഇടം പിടിച്ചു തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രസ്താവന കൂടി MP പ്രേമചന്ദ്രൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അനിതര സാധാരണമായ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലും രാജ്യത്തും നടക്കുന്നത് എന്നുള്ളത് MP പറഞ്ഞു. അതുകൂടാതെ അക്കൂട്ടത്തിലാണ് റെയിൽവേ മന്ത്രാലയത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യം കൂടി പ്രേമചന്ദ്രൻ MP പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സുരേഷ് ഗോപി മുൻകൈ എടുത്തുകൊണ്ടാണ് കൊല്ലത്തെ ചീന കൊട്ടാരം നവീകരിക്കുന്നത്, വിസ്മയകരമായ വികസന സംരംഭമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് MP ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് വികസന പ്രവർത്തനങ്ങളിൽ എപ്പോഴും രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കാര്യമാണ് NK പ്രേമചന്ദ്രൻ MPയും അതിന് മറുപടിയായിട്ട് സുരേഷ് ഗോപിയും ഇന്നിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പ്രേമചന്ദ്രൻ MPയുമായിട്ടുള്ള സൗഹൃദം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യം കൂടി സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാഷ്ട്രീയത്തിലെ എതിർപ്പൊക്കെ അതൊന്ന് ഓടി ജയിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചാണ് പിന്നെ ഓടേണ്ടത്. അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നവരാണ് NK പ്രേമചന്ദ്രൻ MPയും അതുപോലെ തന്നെ ശശി തരൂർ MPയും എന്നുള്ള കാര്യമാണ് സുരേഷ് ഗോപി MP പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ കേന്ദ്ര നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ഒരു ഗുണം അത് ജനങ്ങൾക്ക് ലഭിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി MP ഇന്നിപ്പോൾ ഈ ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.